ജീസസ് എവരി ഡേ തന്നെ നിങ്ങളുടെ മൊബൈലിലെത്തുന്നുണ്ട്. അതിൻ്റെ നന്മകൾ ഒത്തിരി അധികമാണ്. യേശു എല്ലാ ദിവസവും, വചനമാകുന്ന യേശു എല്ലാ ദിവസവും നിങ്ങളുടെ അടുക്കൽ വരുന്നത് എത്ര അനുഗ്രഹമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമാകുന്ന യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ പ്രാർത്ഥന അരമണിക്കൂർ കണ്ടു കഴിയുമ്പോൾ അതിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ കഴിയും. ഇന്നലെ തന്നെ നിങ്ങൾ കേട്ടത് എന്താണ്? നമ്മൾ ഒരുമിച്ച് പഠിച്ചത് നന്മ ചെയ്യാൻ മടുക്കരുത്. നന്മ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോഴാണ് നമ്മൾ സാമ്പത്തികമായിട്ട് ഉയരുന്നത്. ഇതൊരു വലിയ മർമ്മമാണ്, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ. അതുകൊണ്ട് യേശു അതങ്ങനെ പഠിപ്പിച്ചു. കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ദൈവത്തിന് മാത്രം കൊടുക്കുന്ന കാര്യമല്ല, നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് അർഹരായവരെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറരുത് എന്ന് സദൃശവാക്യത്തിൽ ഒരു വാക്യമുണ്ട്. നന്മ ചെയ്യാൻ പ്രാപ്തിയുള്ളപ്പോൾ. എപ്പോഴാണ് നന്മ ചെയ്യേണ്ടത്? പ്രാപ്തിയുള്ളപ്പോൾ. ചിലർക്ക് നന്മ ചെയ്യാനുള്ള പ്രാപ്തിയില്ല. അത് പറയുമ്പോൾ തന്നെ ചിലർ പറയും എനിക്ക് പ്രാപ്തിയില്ല. ജീവിതകാലം മുഴുവൻ പ്രാപ്തിയില്ലെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ കാര്യമല്ല, നന്മ ചെയ്യാനുള്ള പ്രാപ്തിയിലേക്ക് ഒരാൾ എഴുന്നേറ്റ് വരണം. എനിക്ക് പ്രാപ്തിയില്ല, ആരെ സഹായിക്കാൻ പറ്റില്ല, അങ്ങനെ പറയരുത്. നീ ആദ്യം നിന്നെ സഹായിക്കുക, രണ്ടാമത് വേറൊരാളെ സഹായിക്കുക, മൂന്നാമത് വേറൊരു കുടുംബത്തെ സഹായിക്കുക, അവിടെയും വിശ്വസ്തരാകുമ്പോൾ ആ പഞ്ചായത്തിനെ സഹായിക്കുക, അത് കഴിയുമ്പോൾ ദേശത്തെ സഹായിക്കുക, രാജ്യങ്ങളെ സഹായിക്കുക. രാജ്യങ്ങളെ സഹായിക്കുന്ന വ്യക്തികളുണ്ട്. ബിൽ ഗേറ്റ്സ് പോലെയുള്ള വലിയ വലിയ ബിസിനസ്സുകാരെ അവർ സഹായിക്കുന്നത്, ഇന്ത്യയിൽ വെള്ളപ്പൊക്കം വന്നു ഉടനെ ബിൽ ഗേറ്റ്സ് രാജ്യത്തെയാണ് സഹായിക്കുന്നത്, വ്യക്തികളെയല്ല. ഇന്ത്യ ഗവൺമെന്റിനാണ് കൊടുക്കുന്നത് കോടികൾ. വലിയ വലിയ ഫുട്ബോൾ താരങ്ങൾ അവർ സഹായിക്കുന്നത് ഒരു രാജ്യത്തെയാണ്. ആ നിലയിലേക്ക് നമുക്ക് എഴുന്നേറ്റ് വരാൻ പറ്റും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. അപ്പം നമ്മുടെ വെളിച്ചത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞു, നിങ്ങളുടെ നല്ല പ്രവർത്തികൾ. നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനാണ്. ആ നല്ല ഗുണങ്ങളാണ് വെളിച്ചം എന്ന് പറയുന്നത്. നിങ്ങളുടെ നല്ല പ്രവർത്തികൾ അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പം നല്ല പ്രവർത്തികളാണ് വെളിച്ചം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തികളാണ്. നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പെന്ന് പറഞ്ഞാലോ നല്ല വാക്കുകളാണ്, കൃപയോട് കൂടിയതും ഉപ്പിനായി രുചി വരുത്തിയതും. നല്ല വാക്കുകൾ ഉപ്പാണ്, നല്ല പ്രവർത്തികളാണ് പ്രകാശം. നാം ലോകത്തിൻ്റെ വെളിച്ചമല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? നന്മ ചെയ്യുന്നതിൽ, അതിലൂടെയാണ്. നന്മ ചെയ്യുന്നവർ ഉയരും. പലരും നന്മ ചെയ്യുന്നത് സർക്കാരിനെ ടാക്സ് വെട്ടിക്കാനാണെന്നൊക്കെ പറയുന്നു. ഇല്ല, പണക്കാർ സഹായിക്കുന്ന ടാക്സ് വെട്ടിക്കാനല്ല, അവർ കൊടുത്ത് സമ്പന്നരായി മാറിയതാണ്. കൊടുക്കാത്ത ഒരുത്തനും സമ്പന്നതയിൽ ഉയരാൻ കഴിയില്ല. കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവും, ടാക്സ് വെട്ടിക്കാനല്ല. അതൊക്കെ വെറുതെ മനസ്സിൽ തോന്നുന്നതാണ്. ഒരുത്തൻ ഉയരുന്നുണ്ടെങ്കിൽ അവനോടുള്ള അസൂയ നിമിത്തം പറയുന്ന ഒരു വാക്കാണ്. അവൻ ടാക്സ് വെട്ടിക്കാനല്ല, കൊടുക്കാനുള്ള ഒരു മനസ്സ് അവനുണ്ട്. ആ മനസ്സാണ് അവനെ ഉയർത്തിയത്. ദൈവമക്കളത് ചെയ്യാത്തത് കൊണ്ട് ദൈവമില്ലാത്തവർക്ക് ദൈവം അത് കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ഇത് ദൈവമക്കൾക്ക് കിട്ടേണ്ട നന്മയാണ്. അതുകൊണ്ട് നന്മ ചെയ്യാൻ ഉത്സാഹമുള്ളവരാകണം. ഇന്നത്തെ ആരാധന നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തലം തുറക്കാൻ കാരണമാകട്ടെ. യേശു അങ്ങയുടെ രക്തത്താൽ ഞങ്ങൾക്ക് പകർന്നു തന്ന വലിയൊരു പദവിക്കായി നന്ദി കർത്താവേ. ആ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ധൈര്യത്തോടെ ഞങ്ങൾക്ക് വരാം. ധൈര്യത്തോടെ ഏത് സമയത്തും കർത്താവെ അങ്ങേ ആരാധിക്കാൻ തന്ന വലിയ പദവിക്കായി നന്ദി കർത്താവെ. ഒരിക്കൽ മഹാപുരോഹിതൻ
വർഷത്തിൽ ഒരിക്കൽ കയറുന്ന അനുഭവം, ഞങ്ങൾക്ക് ഏത് നേരത്തും അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വന്ന് അങ്ങേ ആരാധിക്കുവാൻ തന്ന അങ്ങയുടെ രക്തത്തിനായി നന്ദി കർത്താവ്. കുഞ്ഞാടിന്റെ രക്തത്തിനായി നന്ദി അപ്പാ. എല്ലാവരും നന്ദിയോടെ നമുക്കൊന്ന് പാടാം. അതിപരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. അതിപരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. അങ്ങേ ആരാധിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നു. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നു. അതിപരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. I enter the holy of, I enter the holy of holies. I enter through the blood of the Lamb. I enter to worship you holy. I enter to honor. I am. Lord, I worship you. I worship you. Lord, I worship you. I worship you. അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നു. യേശുവേ നീ പരിശുദ്ധൻ, ഓ പരിശുദ്ധൻ എന്നും. ദൂതരോട് ചേർന്ന്, for your name is holy, holy Lord, for your name is holy.
യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന്. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മടുത്തു പോകാതെ ആരാധിക്കണം. ആദ്യ ദിവസം നമ്മൾ ചിന്തിച്ചത് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. രണ്ടാം ദിവസം നമ്മൾ ചിന്തിച്ചത് മടുത്തു പോകാതെ നന്മ ചെയ്യണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മടുത്തു പോകാതെ നാം ആരാധിക്കണം. ആരാധനയിൽ നാം മടുക്കരുത്. ആരാധനയിൽ എന്തുകൊണ്ടാണ് മടുക്കുന്നത്? അതിന് കാരണമുണ്ട്. ജഡത്തിലുള്ള ആരാധന നമ്മളെ മടുപ്പിക്കും. പഴയ നിയമത്തിലുള്ള ആരാധനയിൽ അവർ മടുത്തുപോയി. യേശുവിൻ്റെ കാലം വന്നപ്പോൾ ആരാധനയില്ല, പുരോഹിതനുമില്ല, ആലയം മാത്രമേ ഉള്ളൂ. എല്ലാവരും അവരവരുടെ വഴിക്ക് പോയി. എന്താ? ആരാധനയിൽ മടുത്തുപോയി. എന്തുകൊണ്ട് പഴയ നിയമത്തിലുള്ളവർ ആരാധനയിൽ മടുത്തു? ആ ആരാധന മുഴുവനും ജഡത്തിലായിരുന്നു. യാഗമൃഗത്തിനെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോളം ചേർത്ത് കെട്ടണം. അങ്ങനെ യാഗമൃഗത്തെ ചേർത്ത് കെട്ടുമ്പോൾ ആ പശുവിൻ്റെ കുത്തും തൊഴിയെല്ലാം കൊള്ളണം. പിന്നെ പ്രാവിനെ ആരാധിക്കാൻ പണക്കാർ കാളയും കൊണ്ടുവരും, കാളയുടെ ചവിട്ടും തൊഴിയും കൊള്ളണം. പാവപ്പെട്ടവൻ പ്രാവിനെയും കൊണ്ടുവരും, പ്രാവിനെ സൂക്ഷിച്ച് പിടിച്ചില്ല അത് പറന്നും പോവും. ആരാധന മുഴുവൻ അങ്ങോട്ട് നടക്കുന്നില്ല, എല്ലാം പണിയാണ്. പാവപ്പെട്ടവർക്കും ആരാധന നടക്കുന്നില്ല, പണക്കാർക്ക് ചവിട്ടും തൊഴിയും പശുവിൻ്റെ കാളയുടെയും കയ്യിൽ നിന്ന്. കാളയാണ് അടുക്കുന്നത്, ആട്ടുകൊറ്റനെ. ഇവരൊക്കെ ഇടിയുടെ ആശാന്മാരാണ്. ഇവരുടെ ഇടിയെല്ലാം മേടിച്ച് കഴിയുമ്പോഴേക്കും ഇവർ തളരും. പിന്നെ പറയും ആരാധന മതി. പഴയ നിയമ ആരാധന മടുത്തുപോയി, മടുപ്പിൻ്റെ ആരാധനയാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ആരാധനയുടെ കാര്യത്തിൽ വലിയ സ്വപ്നങ്ങളുള്ളവരായിരുന്നു യഹൂദന്മാർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു ഈ ശമരിയക്കാരിയോട് സംസാരിക്കുന്ന യാക്കോബിൻ്റെ ഉറവയുടെ ആ കിണറിൻ്റെ വക്കത്തിരുന്നു കൊണ്ട്, യേശു വക്കത്തിരുന്നു കൊണ്ടാണെന്നൊന്നുമില്ല, അതൊരു പാട്ടിൽ നിന്ന് വന്നാണ്. എന്താണ്? പണ്ട് യേശുദാസ് ഒരു പാട്ട് പാടി, നട്ടുച്ച നേരത്ത് കിണറിൻ്റെ വക്കത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരുന്നു. അപ്പോൾ ഒരു പാത്രം ദാഹജലം നീ എനിക്ക് തരൂ. അപ്പോൾ ആ ശമരിയക്കാരി അല്ലല്ല ഞാനൊരു വേറെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് അവള് പാടുന്നൊരു ഈ യേശുവും ശമരിയക്കാരിയും തമ്മിലുള്ള ഒരു സംഭാഷണത്തെ പാട്ടാക്കിയതാണ്. അപ്പം കിണറിൻ്റെ വക്കത്തെന്ന് പറയുമ്പോൾ ആ ഉറവ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. അതൊരു വലിയൊരു ആഴമേറിയ മറ്റെന്തെങ്കിലും ആയിരിക്കാം. അപ്പോൾ ഇനി എന്തെങ്കിലും ആകട്ടെ, കിണറിൻ്റെ വക്കത്തെങ്കിൽ കിണറിൻ്റെ വക്കത്ത്, അല്ലെങ്കിൽ ഒരു പാറക്കല്ലയിലിരിക്കുകയാണ്. ആ സമയത്ത് ഈ ശമരിയക്കാരി വെള്ളം കോരാൻ വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്. യേശു അവളെ വിവേചിച്ചു. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായി, ഇപ്പോഴുള്ളത് ഭർത്താവല്ല. ഉടനെ ആ സ്ത്രീ ഞെട്ടിപ്പോയി. നീ പറഞ്ഞത് വാസ്തവമാണ്, നീ ഒരു പ്രവാചകനാണ്. ഉടനെ അവൾ പറയാണ്, ആരാധനയെക്കുറിച്ച് അവളുടെ ഉള്ളിലേക്ക് വരികയാണ്. ഒരു പ്രവാചകനാണെന്ന് മനസ്സിലായപ്പോൾ ഉടനെ അവളുടെ വായിൽ ആരാധന. അതായത് പ്രവാചകന്മാർ ജനങ്ങളെ ആരാധനയിലേക്ക് കൊണ്ടുപോകും, ദൈവത്തിലേക്ക് നയിക്കും. ഏലിയാവ് കർമ്മേലിൽ തീയിറങ്ങിയപ്പോൾ അന്യാരാധന നടത്തിയിരുന്നവരെല്ലാം സത്യാരാധനയിലേക്ക് തിരിഞ്ഞു. സത്യാരാധന കൊണ്ടുവരുന്നത് പ്രവാചകന്മാരാണ്. നീ ഒരു പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പറയുകയാണ്, നിങ്ങൾ യെരുശലേമിൽ ആരാധിക്കുന്നു, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു. അപ്പോൾ മലകളിലെ ആരാധന ആ കാലത്തൊരു ഫേമസ് കാര്യമായിരുന്നു. മലകളിലാണ് ആരാധന. ഇന്നും ഭൂമിയിലുള്ള സകല മലകളും ആരാധന കേന്ദ്രങ്ങളാണ്. ഒന്നിലെ അന്യാരാധന, അല്ലെങ്കിൽ സത്യാരാധന. മലകൾ വാസ്തവത്തിൽ മലകളിൽ ആരാധന എന്നൊരു ആരാധനയുണ്ടോ? മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട് മലകളിൽ, ഉയർന്ന തലങ്ങളിലുള്ള ആരാധന. യേശു അത് പൂർത്തിയാക്കി. എന്താണ്?
യേശു കാൽവരി ക്രൂശിലേക്ക് ഒരു മലയിലോട്ട് കയറി ചെന്നിട്ട് ആ ഗോൽഗോത്ത മലയിൽ തന്നെ ക്രൂശിൽ മരിച്ചു. അങ്ങനെ ആരാധന, മലയിലെ ആരാധന നടത്താൻ വന്ന കർത്താവ് പറഞ്ഞു, ഇനി യെരുശലേമിലെ വലിയ മലകളിലല്ല ആരാധന, ഇനി ശമരിയയിലെ നീ പറഞ്ഞ ആരാധനയുമല്ല, സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും. ആരാധന ഹൃദയത്തിൽ നിന്നാണ്. ആരാധന തലച്ചോറിൽ നിന്നുള്ള സീസൺ കഴിഞ്ഞു. തലച്ചോറ് കൊണ്ടുള്ള ആരാധന നമ്മൾ തളരും. നമ്മളൊരു 3 പാട്ട് പാടി ക്ഷീണിക്കും. ഒരു 4-ാമത്തെ പാട്ടാവുമ്പോൾ തളരും. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കൈയടിച്ചു. പഴയ നിയമത്തിൽ പറയുന്നു, കൈത്താള മേളങ്ങളോടുകൂടി ആരാധിക്കണം. കൈവേദന എടുക്കും. നൃത്തത്തോടെ ദൈവത്തെ ആരാധിക്കണം. 2 ചാട്ടം ചാടിയപ്പോൾ തന്നെ എടുപ്പിനൊക്കെ വേദന, വളരെ പാട്, കാലുവേദന, കാൽമുട്ട് വേദന, നടക്കുന്നില്ല. എന്താണ് ഇത്? ബുദ്ധിയുള്ള ആരാധന, ബുദ്ധി കൊണ്ടുള്ള ആരാധനയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, സത്യ നമസ്കാരികളുടെ ആരാധന അത് ആത്മാവിലും സത്യത്തിലും. അതായത് സത്യ നമസ്കാരികൾ ആരാ? വീണ്ടും ജനിച്ചവർ, ആത്മാവ് വീണ്ടും ജനിക്കപ്പെട്ടവർ. അവർക്ക് മാത്രമേ സത്യത്തിലുള്ള ആരാധന നടക്കൂ. നമ്മുടെ ഉള്ളിൽ നിന്ന് സത്യാരാധന പുറത്തു വരും. അത് ആത്മാവിലാണ്. അന്യഭാഷയിൽ ആരാധിക്കും. അപ്പോൾ തന്നെ ദൈവം നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് തരുന്ന ചില വരികളുണ്ട്. നമ്മുടെ ഭാഷയിൽ, മലയാളിയാണെങ്കിൽ മലയാളത്തിൽ, ഹിന്ദിക്കാരനാണെങ്കിൽ ഹിന്ദി ഭാഷയിൽ, അവരുടെ ഭാഷയിൽ തന്നെ ആ വരികൾ കിട്ടും. അങ്ങനെ കിട്ടിയ വരികളാണ് ഇന്ന് നമ്മളെല്ലാവരും പലരുടെയും പാട്ടുകൾ ഏറ്റുപാടുന്നത്. കാലങ്ങൾ കഴിഞ്ഞാലും ആ വരികൾക്ക് ജീവൻ ഉണ്ടാകും. കാരണം അത് ആത്മാവിൽ നിന്ന് എഴുതിയതാണ്. ജഡത്തിൽ എഴുതിയ പാട്ട് കേട്ടാൽ അറിയാം. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ആരോ അഭിഷേകം പ്രാപിക്കാത്തവൻ എഴുതിയതാണ്, ഏതോ ബുദ്ധിജീവി എഴുതിയ പാട്ടാണ്. എന്നാൽ ആത്മാവിൻ്റെ പാട്ട് കേട്ടാൽ നമുക്കറിയാം അത് അന്യഭാഷയിലുള്ള പാട്ട് മാത്രമല്ല. സത്യ നമസ്കാരികൾ, ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവർ, അവരുടെ ഉള്ളിൽ ഉണ്ടായി വരുന്ന പുതിയ ആരാധന ഗീതങ്ങളുണ്ട്. ആരാധന ഗീതങ്ങൾ എപ്പോഴും നമ്മെ ആരാധനയിലേക്ക് നയിക്കും. അങ്ങനൊരു ഗീതമുണ്ടാകാൻ ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളിലൂടെ പോയവരാണ് ഈ ഗീതങ്ങൾ എഴുതുന്നത്. ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി കാംക്ഷിക്കുന്ന എൻ്റെ ദേവകം നിനക്കായി കാംക്ഷിക്കുന്നു. അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ദാവീദ് എവിടെ ഇരുന്ന് എഴുതി? ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോൾ. അവൻ്റെ ആഗ്രഹം അതാണ്. അവൻ നിരാശയുടെ പാട്ടല്ല എഴുതിയത്, അവൻ എഴുതിയതെല്ലാം പ്രതീക്ഷകളുടെ പാട്ടാണ്. അപ്പോൾ പാട്ടുകൾ ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്നത്. കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറത്ത് എൻ്റെ ദൈവം എന്നെ കിടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് ഞാൻ നടക്കുമെന്നല്ല, ആ വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ എൻ്റെ ദൈവം കൊണ്ടുപോകും. ഇനി കൂരിരു താഴ്വരെ കൂടി പോയാൽ ഞാൻ അവിടുന്ന് ചാടിപ്പോരാൻ എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് വിവരമുണ്ട് എന്നല്ല പറയുന്നത്. എനിക്ക് പേടിയില്ല, കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ. മുഴുവനും വിശ്വാസം. സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം ദാവീദ് എഴുതിയത്, ആരാധന ഗീതമായി മാറിയത്. എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ശത്രുക്കൾ കാണുക, എൻ്റെ കർത്താവ് എനിക്ക് വിരുന്നൊരുക്കും. ശത്രുക്കളെ ഞാൻ തോൽപ്പിക്കുമെന്നല്ല, ശത്രുക്കളെ എൻ്റെ ദൈവം വിരുന്നുകൊണ്ട് തോൽപ്പിക്കും. അവർ കാണുക എന്നെ മാനിക്കും. ഞാൻ മരിച്ചു കിടക്കുന്ന കാണാൻ ശത്രുക്കൾ ആഗ്രഹിക്കുന്നുണ്ടാകും. എന്നാൽ അവരുടെ മുമ്പിൽ എൻ്റെ വീട്ടിലെ നടക്കുന്ന വിരുന്ന് അവരെ അസൂയാലുക്കളാക്കും. കാരണം ജീവിച്ചിരിക്കാൻ അർഹതയില്ലാത്ത എൻ്റെ വീട്ടിൽ വിരുന്ന് നടക്കുന്നു. എപ്പോഴും വിരുന്ന് സൽക്കാരം, എപ്പോഴും ആഘോഷങ്ങൾ. ശത്രുക്കൾ കാണുക, മന്ത്രവാദം ചെയ്തവർ കാണുക. എല്ലാവരും ആഗ്രഹിച്ചത് വീഴ്ചയാണ്, എന്നാൽ ആഘോഷങ്ങളാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത്. ശത്രുക്കൾ കാണുക എൻ്റെ കർത്താവ് എനിക്ക് വിരുന്നൊരുക്കുന്നു. അവൻ്റെ വടിയും കോലും എനിക്ക് ആശ്വാസമാണ്. എനിക്ക് പരാതികളില്ല. ആരാധിക്കുകയാണ്. ദാവീദ് ആരാധിക്കുകയാണ്. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. അതിൻ്റെ അർത്ഥം എൻ്റെ സന്തോഷത്തിനെ
ആർക്കും എടുത്തു കളയാൻ കഴിയില്ല. ഈ ആനന്ദം, ഈ ലഹരി, ഈ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയും. പെന്തക്കോസ്ത് നാളിൽ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവർ പുതുവീഞ്ഞു കുടിച്ചു. പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച വീഞ്ഞല്ലത്, യോവേൽ പറഞ്ഞ വീഞ്ഞാണ്. ഇത് സകല ജഡത്തിൻ്റെ മേൽ വന്നാൽ പുത്രന്മാർ പ്രവചിക്കും. എന്താണ് പ്രവചനം? മദ്യപാനികൾ മദ്യപിച്ചു കഴിഞ്ഞാൽ പുതിയ പുതിയ ഭാഷ പറയില്ലേ? പിന്നെ അവരുടെ വായിലെ ഭാഷ, ചിലർ പാട്ട് പാടാൻ തുടങ്ങും, ചിലർക്ക് രണ്ടടിച്ചാലേ പാട്ട് വരും, ചിലർക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരമാണ്, ഭയങ്കര വർത്തമാനം. പിന്നെ അവർ പറയുന്നത് മുഴുവനും വലിയ കാര്യങ്ങളാണ്. പെന്തക്കോസ്ത് നാളിലും നടന്നത് അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ സംസാരിച്ചു എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 2 വലിയ കാര്യം. ഈ ലഹരി വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ കാര്യങ്ങളാണ്. പണ്ട് ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. 2 പേര് തൃശ്ശൂർ പൂരപ്പറമ്പിൽ മലന്ന് കിടക്കുകയാണ്. പൂരമൊന്നും എല്ലാ സമയമല്ല, വലിയ ഗ്രൗണ്ടാണ് തൃശ്ശൂർ പൂരപ്പറമ്പ്. അവിടെ മലന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരുത്തൻ 2 പേര് അടിച്ച് വിറ്റാണ്. ഒരുത്തൻ പറയും, എടാ ഞാൻ ഈ പൂരപ്പറമ്പ് വിലക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. 2നും ഉടുതുണി പോലും ഇല്ല. എന്നിട്ട് അവന്മാർ പറയും, എടാ ഞാൻ ഈ പൂരപ്പറമ്പ് വിലക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നു. 2 ആ പൂരപ്പറമ്പിൽ മലന്ന് കിടക്കുകയാണ് രാത്രി. അപ്പം മറ്റവൻ പറയണം, അതിപ്പോൾ തരാൻ എനിക്ക് മനസ്സില്ലെങ്കിലും വിൽക്കാൻ മനസ്സില്ലെങ്കിലും വൻകാര്യങ്ങൾ. വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഇവറ്റകൾ പറയുന്നത് വൻകാര്യങ്ങളാണ്. ഇതുപോലെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ലഹരി. ഈ അഭിഷേകം വന്നു കഴിഞ്ഞാൽ പറയുന്നതെല്ലാം വലിയ കാര്യങ്ങൾ. ഈ ദിവസങ്ങളിൽ ഇവിടെ 8 മണിക്കൂർ പ്രാർത്ഥന നടക്കുമ്പോൾ ഇവിടെ പിള്ളേർ പറയുന്നത് വിമാനം, ഞങ്ങൾ പാർക്കുന്ന നാട്ടിലെ എയർപോർട്ടും വിമാനവും വരുന്ന കാര്യമാണ്. ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ച് ഇതൊന്നും നടക്കാൻ ബുദ്ധി കൊണ്ട് നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല. എന്നാൽ വായിൽ വരുന്നതെല്ലാം വലിയ കാര്യമാണ്. ചെറിയ കാര്യങ്ങൾ പറയുന്നത് കഴിഞ്ഞു. പരിശുദ്ധാത്മാവിലെ ആരാധനയിലേക്ക്, ആത്മാവിലേക്ക് വന്നു കഴിഞ്ഞാൽ ആത്മാവ് ഒരു ലഹരിയാണ്. ആ സത്യനമസ്കാരികൾ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ പിന്നെ പറയുന്നത് ചെറിയ കാര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിലെ കണ്ടക്കടവിൽ ഞാനായിരിക്കുമ്പോൾ, ഞാനൊരു ഓലഷെഡിലാണ് പാർക്കുന്നത്. ആ സമയത്തൊരു കുഞ്ഞും ജനിച്ചു. അവിടെ ചർച്ചിൽ 120 ദിവസം ആരാധനയാണ്. അതെങ്ങനെ തുടങ്ങി? എൻ്റെ മോൾക്ക് കാഴ്ചയില്ല, 5 ഓപ്പറേഷൻ ചെയ്തു, കാഴ്ച കിട്ടിയില്ല. കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഇരുന്ന പ്രാർത്ഥന, 7 ദിവസം ഇരുന്ന പ്രാർത്ഥന 120 ദിവസം പോവുകയാണ്. ആ പ്രാർത്ഥനയിൽ വന്ന് കയറിയാൽ നിർത്താൻ തോന്നില്ല. എല്ലാവരും വന്ന് ഡാൻസാണ്. ചട്ടയം മുണ്ടുകൊടുത്ത വലിയ അമ്മച്ചിമാർ വരെ അന്യഭാഷയിൽ ഇങ്ങനെ പാടി ലഹരിയിൽ. ഒരിക്കൽ 3 ദൈവദാസന്മാർ വന്നിട്ട് പറഞ്ഞു, ഞാനൊരു ദിവസം ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ആ ചർച്ചിൽ ഉണ്ടായിരുന്ന ബിജു പാസ്റ്ററിൻ്റെ ചേട്ടൻ ഷെറിയുടെ കൂട്ടുകാരായിട്ട് 3 പേര്, അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച 3 പേര് വന്നിട്ട് ആരാധന നടക്കുമ്പോൾ ഇവരിരുന്ന് പാടുന്നു, ചിലർ പ്രവചിക്കുന്നു. ഈ ലഹരിയിൽ അങ്ങോട്ട് ആരാധിക്കുന്നത് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഇത് പൈശാചികമാണ്, ഇതിനെ ഞങ്ങൾ ശാസിക്കുന്നു, ഇന്നു മുതൽ നിന്നു പോകട്ടെ. ഞാൻ എവിടെയോ മീറ്റിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും ഇരുന്ന് കരയുകയാണ്. അയ്യോ, ഞങ്ങൾ പിശാചിൻ്റേതാണ്, ഞങ്ങൾ കൊള്ളത്തില്ല. ഇന്നാണെങ്കിൽ മീഡിയയിലാണ് ഇടുന്നത്, ഇതെല്ലാം പൈശാചികമാണ്. അന്ന് മീഡിയ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. പാവപ്പെട്ടങ്ങൾ, പട്ടിണി പാവങ്ങളായ കുറേ പേര് ഒരു കടൽ തീരത്ത് ഒരുമിച്ചിരുന്ന് ആ തീരത്തുള്ള ഒരു വീട്ടിൽ ഒരുമിച്ചിരുന്ന് ആരാധിക്കുന്നു. ആർക്കും വരുമാനമില്ല, പല വീട്ടിലും പട്ടിണിയാണ്. ആകെയുള്ളത് ആത്മാവിലുള്ള ആരാധനയാണ്. അപ്പോൾ ഞങ്ങൾ മീറ്റിംഗ് നടത്തുന്ന വീട്ടിലെ മാത്യു ചേട്ടൻ്റെ വീട്ടിലെ മീൻ ഉണക്കാനിടുന്ന പനമ്പിനകത്താണ് ഇരുന്ന് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾക്കാകെയുള്ളത് ഈ സന്തോഷമാണ്. എല്ലാം തുള്ളിച്ചാടി ആരാധിക്കുകയാണ്. ആ ആരാധനയിലാണ് വിശ്വാസത്തിൽ വന്ന് പിന്മാറ്റത്തിൽ പോയ ബിജു CX എന്ന ചെറുപ്പക്കാരൻ വന്നു കയറി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞു, ദർശനം കാണാൻ തുടങ്ങി. ഇന്ന് കൊച്ചിയിൽ കാണുന്ന 1000-ഓളം പേരുള്ള സഭ എങ്ങനെ ഉണ്ടായി? ആ ആരാധനയിൽ നിന്ന് പുറത്തു വന്നാണ്.
പല ഔട്ട് സ്റ്റേഷനുകളുണ്ടായി. ന്യൂ ഇന്ത്യ ചർച്ച് കൊണ്ട് പല ആരാധന സ്ഥലങ്ങൾ ആരംഭിച്ചു. പുതിയ പുതിയ ചർച്ചുകളുണ്ടായി. എവിടെ നിന്നാണ്? ആരാധനയിൽ പുതിയതുണ്ടായി വരും. അതിനെ കെടുത്താനായിട്ട് 3 പേരെ പിശാച് പറഞ്ഞു വിട്ടു. ആ 3 പേരും പറഞ്ഞതിന് ഞാൻ പറഞ്ഞു, ഇല്ല, ഇത് പരിശുദ്ധാത്മാവാണ്, നിർത്തിക്കളയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവിലുള്ള ഈ ആരാധന തുടരാനിടയായി. അതിൽ നിന്ന് ബിജു CX പോലെയുള്ള വലിയ ദൈവദാസന്മാർ എഴുന്നേറ്റ് വന്നു. എവിടെ ആരാധനയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ നടക്കും. എവിടെ ആരാധിക്കുന്നുവോ ആത്മാവിലും സത്യത്തിലും സത്യ നമസ്കാരികൾ അവിടെ വലിയ ദൈവകൃപ ഒഴുകും. ഇന്ന് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ എല്ലാ ദിവസവും 8 മണിക്കൂർ നടക്കുന്ന ആരാധന അതിനു വേണ്ടിയുള്ളതാണ്. ഈ ആരാധന 8 മണിക്കൂർ ഉള്ളതുകൊണ്ട് ഈ ആരാധനയുടെ സമയത്ത് സ്വർഗം കുഞ്ഞുങ്ങളെ തൊടുന്നു. അവർ പ്രവചിക്കുന്നു, പലരും പ്രസംഗിക്കുന്നു. ഒരാരാധന വെളിപ്പെട്ടത് കൊണ്ടല്ലേ. അതുകൊണ്ട് ഈ കാലം ആ മലയിലും ഈ മലയിലും ആരാധിക്കുന്ന കാലമല്ല, ആത്മാവിലും സത്യത്തിലും യേശുവിനെ ആരാധിക്കുന്ന കാലമാണ്. നിങ്ങൾക്കും ഈ ആരാധനയുടെ ഒരു ഭാഗമാകാം. ആത്മാവിൽ ആരാധിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണം, ദൈവത്തിൻ്റെ ലഹരിയിൽ നിറഞ്ഞാരാധിക്കണം. ആത്മപൂർണൻ ഭ്രാന്തൻ എന്നാണ് ബൈബിളിൽ പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് വട്ടായിപ്പോയോ? ഇവിടെ ഇലക്ട്രോണിക് സിറ്റിയിൽ ബാംഗ്ലൂർ നടക്കുന്ന ആരാധനയും ആ പ്രാർത്ഥനയും കണ്ടിട്ട് അതിനെക്കുറിച്ച് പലരും പറയുന്നു ഇവർക്ക് വട്ടാണ്, ഇവർക്ക് ബോധമില്ല. ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവാണ്. ഞാനത് പോയി കണ്ടു. ഞങ്ങളവിടെ പോയി ഇരുന്നു, കുടുംബമായി പോയിരുന്നു. പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കാണുമ്പോൾ അറിയാം. ജനങ്ങൾ കരയുന്നു, ജനങ്ങൾ പ്രാർത്ഥിക്കുന്നു, ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നു, അവരുടെ അതിരുകൾ വലുതാകുന്നു, വരുന്നവർക്ക് രൂപാന്തരമുണ്ടാകുന്നു, സമാധാന നദി ഒഴുകുന്നു, ദൈവസ്നേഹം കൊണ്ട് നിറയുന്നു. ഇതാണ് ഒരു ഉണർവിൻ്റെ ലക്ഷണം. ഉണർവിൽ എപ്പോഴും ഉണ്ടാകുന്നത് സ്നേഹമാണ്. ഉണർവിൽ എപ്പോഴും ഉണ്ടാകുന്നത് വലിയ വിശ്വാസമാണ്, വൻ കാര്യങ്ങൾ. ഉണർവിൽ എപ്പോഴും ഉണ്ടാകുന്നത് പുതിയ പുതിയ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർവിനെ തല്ലിക്കെടുത്തരുത്. ഇത് ആത്മാവിലുള്ള ആരാധന എന്ന തീക്കകത്തുനിന്ന് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇത് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ജീവജല നദിയാണ്. ഇത് നിങ്ങളുടെ വീട്ടിലും അത് ആരംഭിക്കാം, നിങ്ങളുടെ ചർച്ചുകളിൽ ആരംഭിക്കാം. നിങ്ങൾക്ക് ഈ ആരാധനയുടെ ഒരു ഭാഗമാകാം. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഉണർവ് ഒഴുകാൻ തുടങ്ങും. അതുകൊണ്ട് ആരാധനയിൽ മടുക്കരുത്, ആത്മാവിൽ ആരാധിക്കണം. ബുദ്ധിയിൽ, തലച്ചോറിൽ, പാരമ്പര്യത്തിൽ നിന്ന് ആരാധിക്കരുത്, പരിശുദ്ധാത്മാവിൽ ആരാധിക്കണം. ഉടനെ ഒരു ഉണർവിൻ്റെ തീജ്വാല നിങ്ങളിൽ വെളിപ്പെടും. ഉണർവിൻ്റെ നദി ഒഴുകി തുടങ്ങും. വിശ്വസിക്കുക. ഈ കേൾക്കുന്ന ദൂതുകളെല്ലാം നിങ്ങളോടുള്ള പ്രവചനങ്ങളാണ്. നിങ്ങളത് ഏറ്റെടുക്കുക. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇത് കേട്ട എല്ലാവരുടെയും വീട്ടിൽ ഒരു ഉണർവിൻ്റെ നദി, ആരാധനയുടെ നദി, നിർത്താൻ കഴിയാത്തൊരു ആരാധന, ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന തുറന്നു വരട്ടെ. പൗലോസും ശീലാസും ജയിലിൽ പോലും അടികൊണ്ട് കിടക്കുമ്പോഴും നിർത്താൻ കഴിയാത്തൊരു ആരാധന അവരിൽ നിന്ന് ബഹിർഗമിച്ചല്ലോ. അതിൻ്റെ അനന്തര ഫലമായി ജയിലിൻ്റെ എല്ലാ വാതിലുകളും തുറന്നു പോയതും എല്ലാവരുടെ ചങ്ങല അഴിഞ്ഞതുമായ ഒരു വിടുതൽ ആരാധനയിൽ വൻ കാര്യങ്ങൾ നടന്നല്ലോ. അതുപോലെ ചില വിടുതലുകൾ കേൾക്കുന്ന വീടുകളിൽ സംഭവിക്കട്ടെ. ഇത് കേൾക്കുന്ന സഭകളിൽ സംഭവിക്കട്ടെ. ഒത്തിരി ദൈവദാസന്മാർ ജീസസ് എവരിഡേയിലൂടെ ശക്തന്മാരാകട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആരാധനയിൽ നിങ്ങൾ സൗഖ്യമാകും. ആത്മാവിൽ ആരാധിക്കുക. മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നമ്മൾ കൊയ്യും. കർത്താവിനെ പോലെ നമുക്കായിത്തീരാം. നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ വലിയ ദൈവപ്രവൃത്തി നടന്നു. നമുക്ക് ആരാധനയെ ഒരിക്കലും വിമർശിക്കരുത്. എവിടെ ഉണർവ് നടന്നാലും നിങ്ങളതിനെ കളിയാക്കരുത്. ആരാധനയെ പ്രോത്സാഹിപ്പിക്കുക. ആരാധിക്കുന്നവർക്ക് കൈത്താങ്ങൽ കൊടുക്കുക. അന്ത്യകാല ഉണർവിൻ്റെ ഒരു ഭാഗമാകാം. ഗോഡ് ബ്ലെസ് യു.